ഇപ്പൊ യൂണിയൻ ഒക്കെ എല്ലാവരും ലിസ്റ്റ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അഹോരാത്രം ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. കാരണം ഇതൊന്ന് സെഗ്രിഗേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് സ്റ്റഡി ചെയ്യേണ്ടത് തന്നെയാണ്. അതിൽ ഇപ്പൊ ലേറ്റസ്റ്റ് കിട്ടിയ ഒരു ഇൻഫർമേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ വളരെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അതായത് പ്രോഡക്റ്റുകളുടെ മറവിൽ മണിച്ചിങ് നടക്കുന്നുണ്ട്. അപ്പൊ അതിന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ എനിക്ക് യൂണിയനിൽ നിന്ന് കിട്ടിയിരിക്കുന്നതാണ്. അത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചില പേരിന് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വെക്കും, ആ കമ്പനിയിൽ ആ പ്രൊഡക്റ്റ് എടുത്താൽ മതി എന്ന് പറയുമ്പോൾ ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഏതെടുത്താലും ഒരു 9,000 അല്ലെ 10,000 അല്ലെ ഏതെടുത്താലും 5,000 മാത്രമാണെങ്കിൽ അത് സ്കീമാണോ കച്ചവടമാണോ? സ്കീമാണ്. അങ്ങനെ കുറെ സ്കീമുകൾ അവിടെ ഉണ്ട്. യഥാർത്ഥ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇഷ്ടം ചിലപ്പോ പേരിന് 1-2 പ്രൊഡക്റ്റ് ഉണ്ടാവുള്ളൂ. പേരിന് 1-2 പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അത് ഒരിക്കലും എന്തല്ല, അത് ഡയറക്ട് സെല്ലിംഗ് അല്ല. അതെന്ന് പറയുന്നത് സ്കീം തന്നെയാണ്. അത് കൃത്യമായിട്ട് ഒരു എമൗണ്ട് തന്നെയായിരിക്കും, അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ തന്നെയായിരിക്കും അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു ബില്ല് എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ബില്ല് എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു മാസത്തെ ബില്ല് എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു വർഷത്തെ ബില്ല് എടുക്കുന്നു, ഏത് ബില്ല് എടുത്താലും 500 രൂപ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അത് സ്കീമാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതേസമയത്ത് ചില ബില്ല് 490 ഉണ്ടാവും, ചിലത് 15 രൂപ ഉണ്ടാവും, ചിലത് 70 രൂപ ഉണ്ടാവും, ചിലത് 1500 ഉണ്ടാവും, ചിലത് 10,000 ഉണ്ടാവും. അങ്ങനെ ഡിഫറെന്റ് ടൈപ്പിലാണെങ്കിൽ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഇന്ന ഒരു പ്രോഡക്റ്റ് എടുക്കണമെന്നോ ഇന്നതൊരു ചെയ്യണമെന്നോ നമ്മൾ അടിച്ചേൽപ്പിക്കുന്നുണ്ടോ? ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, ആക്റ്റീവ് ആകാം. അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പിൽ നമ്മൾ എന്തെങ്കിലും പൈസ വാങ്ങുന്നുണ്ടോ? ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഒരാൾക്ക് ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ ഇന്ന പ്രോഡക്റ്റ് എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അയാളെ സംബന്ധിച്ച് ഒരു ഡിസ്ട്രിബ്യൂഷൻ ആകെ വേണ്ടത് എന്തൊക്കെയാണ്? ഡിസ്ട്രിബ്യൂഷൻ ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് ഒരു പാൻ കാർഡ് വേണം, ബാങ്ക് അക്കൗണ്ട് വേണം. ഈ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. പക്ഷെ ഡിസ്ട്രിബ്യൂഷൻ കിട്ടിയതിനു ശേഷം അയാൾക്ക് അതിൽ പ്രവർത്തിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം എടുത്തുകൊണ്ട് അയാൾക്ക് അതിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെയും നമ്മൾ പറയുന്നു, ആ ഒരു ഉൽപ്പന്നം എടുത്തതിന് ശേഷം അതിന്റെ ഇപ്പൊ എനിക്ക് ജോസാറിന്റെ വർഷങ്ങളായിട്ട് എനിക്കറിയാം. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പേ ഡയറക്ട് സെല്ലിംഗിന്റെ ബാലപാഠങ്ങളിൽ ഞാൻ അദ്ദേഹത്തിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പേ ജോസാറെ ഇപ്പൊ നമ്മളുടെ എന്തോ ഒരു പ്രൊഡക്റ്റ് എനിക്ക് യാദൃശ്യമായിട്ട് കഴിഞ്ഞ ദിവസം ഫോണിൽ വിളിച്ചപ്പോഴാണ് ഇത് കണ്ടപ്പോ അന്ന് പ്രൊഡക്റ്റ് ഞാൻ അയച്ചിരുന്നല്ലോ. അത് ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടോ അതോ കഴിക്കുന്നത് എങ്ങനെയാണ്? വാട്ട് അബൌട്ട് യുവർ ഒപ്പീനിയൻ? അല്ലെ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ പച്ചയായിട്ട് ചോദിക്കുക. എനിക്കിതിന് വളരെ കുറച്ച് പേരല്ലേ പേഴ്സണലി പരിചയമുള്ളൂ. നമ്മുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ആർക്കെങ്കിലും റിസൾട്ട് ഇല്ലാതെ അല്ലെങ്കിൽ ഗുണമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാം റിസൾട്ട് ഓറിയന്റഡ് പ്രോഡക്ട്സ് ആണ്. നമ്മുടെ പ്രോഡക്റ്റിൽ മോർ ദാൻ 90% പ്രോഡക്റ്റും വെൽനസ് സെഗ്മെന്റ് ആണ്. ഈ വെൽനസ് സെഗ്മെന്റിൽ തന്നെ ന്യൂട്രാസ്യൂട്ടിക്കൽ ഗണത്തിലാണുള്ളത്. ന്യൂട്രാസ്യൂട്ടിക്കൽ ഗണത്തിൽ പ്രൊഡക്റ്റ് കൊടുക്കുന്ന കമ്പനികൾ ഇന്ത്യയിൽ ഒരുപാടുണ്ട്. പക്ഷെ ഡയറക്ട് സെല്ലിംഗിൽ 17ഓളം പ്രോഡക്റ്റുകൾക്ക് ന്യൂട്രാസ്യൂട്ടിക്കൽ ലൈസൻസ് ഉള്ള ഇന്ത്യയിലെ ഒരേ ഒരു കമ്പനിയാണ് ലൈസൻസ് ആണ്. ഇതെങ്ങനെ നമുക്ക് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പ്രോഡക്റ്റുകളുടെ പേര് ന്യൂട്രിമീറ്റ അല്ലെങ്കിൽ ഇഞ്ചൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ എവിടെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും? സെൻട്രൽ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ, അതായത് fisai.gov.in സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ ലൈസൻസ് ഉള്ള 17 പ്രൊഡക്റ്റുകൾ, അതിൽ 15 മാത്രമാണ് നമ്മളിപ്പോൾ ഔട്ട് ചെയ്തിട്ടുള്ളത്. 2 അറ്റ് ദ ഏർലിയസ്റ്റ് മാക്സിമം ഡിസംബറിനകം നമ്മൾ ലോഞ്ച് ചെയ്യുവാണ്. പക്ഷെ നമ്മൾ ലോഞ്ച് ചെയ്തതിന് ശേഷമല്ല ലൈസൻസിന്റെ പുറകെ നടക്കുന്നത്. ലൈസൻസ് എടുത്ത് വെച്ചതിന് ശേഷമാണ് പ്രൊഡക്റ്റുകളടക്കം ലോഞ്ച് ചെയ്യുന്നത്. ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മെഡിസിൻ ആണെന്ന് ചോദിച്ചാൽ അല്ല. എന്താ ന്യൂട്രാസ്യൂട്ടിക്കലിന്റെ അർത്ഥം? മെഡിസിനൽ വാല്യൂ ഉള്ള ഫുഡ് സപ്ലിമെന്റ്. അതാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത്. അതില് ഇത്തരം പ്രൊഡക്റ്റുകൾ നമുക്ക് ഗുണം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. പണ്ട് നമുക്ക് ഇത്തരം പ്രൊഡക്റ്റുകളുടെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മൾ കഴിച്ചിരുന്ന ഭക്ഷണം എന്ന് പറയുന്നത് കലർപ്പിൽ
കലർപ്പില്ലാത്തതാണ്. ഇന്ന് നമുക്ക് കലർപ്പില്ലാത്ത ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും, വീട്ടിൽ നിന്ന് പാചകം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ ദിവസം അപൂർവമായിട്ട് മാത്രമാണ് ഞാൻ എന്റെ ചെറുപ്പത്തിലെ കഴിച്ച ഇവിടെ ചാളയെന്നോ മത്തിയെന്നോ എന്താ പറയണമെന്ന് എനിക്കറിയില്ല, ഈ ടേസ്റ്റ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞു മത്തി കിട്ടി, നിങ്ങളെ അല്ലെ എല്ലാവർക്കും കിട്ടിക്കാണ്. അപ്പൊ അത് മറ്റേത് കിട്ടുന്നത് മുഴുവൻ ഫോർമാലിൽ ഇട്ടതും അതിട്ടതും. ഇതിപ്പോ ചാകര പോലെ വന്നതാന്ന് തോന്നുന്നു. ചാകര വരെ പിന്നെ ഫോർമാലിൽ കാര്യമില്ലല്ലോ, മാക്സിമം പോകുകയാണ്, ഔട്ട് ചെയ്യുവാണ്. അപ്പൊ പക്ഷെ നമ്മൾ കഴിക്കുന്ന ഇപ്പോ തമിഴ്നാട്ടില്, ഞാൻ ഒരു ഫീച്ചറിൽ വായിച്ച, എനിക്ക് നേരിട്ട് ബോധ്യമില്ല, തമിഴ്നാട്ടിലൊക്കെ കേരളത്തിലേക്ക് വേണ്ടി മാത്രം പച്ചക്കറി ഉത്പാദിപ്പിക്കുന്നുണ്ട്. കേട്ടിട്ടുള്ളതാണ്, ഞാൻ പോയി കണ്ടിട്ടില്ല, കേട്ടറിവാണ്. പിന്നെ ഇപ്പൊ ഈ കരിക്ക് ഇവിടെ നമ്മൾ ഏറ്റവും പരിശുദ്ധമായിട്ട് കാണുന്ന ഒരു സാധനമാണ് കരിക്ക്. പക്ഷെ തമിഴ്നാട്ടിൽ പോകുന്ന കരിക്ക് എങ്ങനെ പറയാം, എല്ലാം ഒരേപോലെ ഇരിക്കും, എല്ലാം ഒരേ ഷേപ്പിൽ ഭയങ്കര ഷൈനിങ് ആയിട്ടിരിക്കും. അപ്പൊ ഈ പറയുന്ന ഇതെല്ലാം നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെ ഇൻടേക്ക് ചെയ്യുന്നു? നമുക്ക് വേറെ രക്ഷയില്ല. നമുക്കിപ്പോ സ്വന്തമായിട്ട് തക്കാളിയും പച്ച ഇതെല്ലാം ഉത്പാദിപ്പിച്ചിട്ട് ഇതൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അവിടെയാണ് ന്യൂട്രാസ്യൂട്ടിക്കലിന്റെ പ്രത്യേകത. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അറിയാതെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നമുക്ക് അല്പാൽപ്പം വിഷാംശം പോകുന്നുണ്ട്. കറി പൗഡറിലാണെങ്കിലും ഇവിടെ നടക്കുന്ന കറി പൗഡറുകളെല്ലാം സംശുദ്ധമാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. നമ്മൾ പക്ഷെ വേറെ രക്ഷയില്ല. നമ്മൾ ഹോട്ടൽ ഫുഡുകൾ, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഹോസ്പിറ്റലുകൾ കൂടാൻ ഹോസ്പിറ്റലിലെ ഫസ്റ്റ് ലെറ്റർ എന്താ? എച്ച് ആണ്. ഹോസ്പിറ്റലിൽ കൂടാനായിട്ട് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരു എച്ച് ഇവിടെ കൂടുന്നത് കൊണ്ടാണ്. എന്താ? ഹോട്ടലിൽ കൂടുന്നത് കൊണ്ടാണ്. ഹോട്ടലിൽ കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ നോക്കിയോ, ഹോട്ടൽ ഏതൊക്കെ സിറ്റികളിൽ കൂടുന്ന അവിടെ ഹോസ്പിറ്റലുകൾ കൂടുതലായിരിക്കും. ഹോട്ടൽ ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ നാവിന് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ നമുക്കത് കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ അത് ഭയങ്കര പ്രോബ്ലമാണ്. അവിടെയാണ് നമ്മളുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റുകൾ, നമ്മളുടേതൊന്നല്ല, ലോകത്തിലെ ഏത് ന്യൂട്രാസ്യൂട്ടിക്കൽ നമ്മൾ കൊടുക്കുന്ന ലൈസൻസ് അല്ല, സെൻട്രൽ ഗവൺമെന്റ്. പിന്നെ ആർക്കും എളുപ്പത്തിൽ കിട്ടുന്ന ലൈസൻസ് ആണെങ്കിൽ ഈ പറയുന്ന കമ്പനികളെല്ലാം എടുത്തുകൂടെ? ഡയറക്ട് സെല്ലിംഗിൽ നമ്മൾ 6 വർഷമേ ആയിട്ടുള്ളൂ. 2018 ഓഗസ്റ്റ് മാസം 8-ാം തീയതിയാണ് ഓക്സിജൻ ഇന്റർനാഷണൽ ജനിച്ചത്. ഡയറക്ട് സെല്ലിംഗിൽ 15-ഉം 20-ഉം വർഷമായിട്ടുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ഇന്ത്യയിലുണ്ട്. പക്ഷെ ആ കമ്പനികൾക്കുള്ള ന്യൂട്രാസ്യൂട്ടിക്കലിനേക്കാൾ കൂടുതൽ പ്രൊഡക്റ്റുകൾ ഇന്ന് നമ്മൾക്ക് തൊട്ട് താഴെ നിൽക്കുന്ന കമ്പനിക്ക് ഇന്ത്യയിൽ ഒരു 7 എണ്ണത്തിന് മാത്രമേ ലൈസൻസ് ഉള്ളൂ. അങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് വെബ്സൈറ്റിൽ എന്തൊക്കെ പ്രൊഡക്റ്റ്, അതിന്റെ ഇൻഗ്രീഡിയൻസ് വരെ എവിടെയുണ്ട്? സെൻട്രൽ ഗവൺമെന്റ് സൈറ്റിലുണ്ട്. അതേ പ്രൊഡക്റ്റുകളാണ് നമ്മളുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ ഗണത്തിൽ നമ്മൾ കൊടുക്കുന്നത്. ന്യൂട്രാസ്യൂട്ടിക്കൽ അല്ലാത്ത പ്രൊഡക്റ്റുകളും ഇപ്പൊ ഡ്രസ് മെറ്റീരിയൽ ഉണ്ട്, അല്ലെങ്കിൽ അതേപോലെ മറ്റേ ടീ പൗഡേഴ്സ്, ഇതെല്ലാം ഉണ്ട്. അവർക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഇന്നത് വേണം, ഇന്നത് അടിച്ചേൽപ്പിക്കലോ ഇന്നത് നിർബന്ധമോ നമുക്കുണ്ടോ? നത്തിങ്. ഇഷ്ടമുള്ളത് എടുക്കാം. വളരെ ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ആ ഗവൺമെന്റ് ഗൈഡ് ലൈനിൽ എന്താണോ പറയുന്നത്. ഇനി ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ എടുത്തിട്ട് അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല. മേ ബി പലർക്കും പല ടേസ്റ്റാണ്. ഇപ്പൊ നമ്മളൊരു സദ്യയൊക്കെ കൊണ്ടിറങ്ങിക്കഴിഞ്ഞാൽ ചിലര് പറയണ കേൾക്കാം, അടപ്രഥമൻ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത്രയും ടേസ്റ്റ് ഉള്ള ഒരു അടപ്രഥമൻ കഴിക്കുന്നത്. ചിലര് പക്ഷെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളാണ് പറയണത്, ആ നാരങ്ങാച്ചാറ് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യം. വിഭിന്നമാണ്. അപ്പൊ ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ന്യൂട്രിമീറ്റ് ഇഷ്ടമായി, ഇഞ്ചൻ ഇഷ്ടമായി, പക്ഷേ വേറെ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ, അല്ലെ? സ്വാഭാവികമാണ്. ഒരു അച്ഛന്റെയും അമ്മയുടെയും മക്കൾ ഒരുപോലെയല്ല. അപ്പൊ പിന്നെ പല ടേസ്റ്റും പല വിഭിന്നവും ഒക്കെ ആയി. അങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ അവർക്കടക്കം റീഫണ്ട് ചെയ്യാനുള്ള ആമസോൺ പറയുന്നില്ല. ആമസോണിൽ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിന് 30 days പറയുന്നുണ്ട്. 30 days കഴിഞ്ഞിട്ട് ഇനിയിപ്പോ പ്രൊഡക്റ്റ് വേറെ പേരുണ്ട്. 30 days പറഞ്ഞ് 10 ദിവസം കൊണ്ട് ഇത് മുഴുവൻ കഴിഞ്ഞിട്ട് 4 പാക്കറ്റ് അയക്കുന്നതിന് കാശ് കിട്ടില്ല. നമ്മള് ആ നിയമത്തിൽ വരുമ്പോ എല്ലാ കാര്യങ്ങളും അവര് ചോദ്യം ചെയ്യപ്പെടും. ഇനി ഇതല്ലാതെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങളത് സ്റ്റഡീഡാണോ ഇല്ലെന്ന് അറിയില്ല. കമ്പനിയുടെ വെബ്സൈറ്റിനകത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? അല്ലാതെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കമ്പനിയെ സംബന്ധിച്ച് ഒരു ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം ഉണ്ട്. അതിൽ കംപ്ലൈന്റ് ചെയ്യാം. അത് കൃത്യമായിട്ട് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. അതൊരു 7 days
തീരുമാനമെടുക്കുന്നില്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർബിട്രേഷൻ ആൻഡ് മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ പനമ്പള്ളി മുതലും ഡൽഹിയിലൊക്കെ ഓഫീസ് ഉള്ളതാണ്. അനിൽ ശേഖർ സാറാണ് അതിന്റെ പ്രസിഡന്റ്. അപ്പോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർബിട്രേഷൻ ആൻഡ് മീഡിയേഷൻ വഴിയോ ഒക്കെ നമുക്ക് സമീപിക്കാം. ഇതുമല്ലെങ്കിൽ നോഡൽ ഓഫീസറടിക്ക് പരാതി പോകാം. നോഡൽ ഓഫീസറടിക്ക് പരാതി പോയിട്ടും നോഡൽ ഓഫീസർ തീരുമാനിക്കുകയാണ് ഇതിൽ കഴമ്പുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിലേക്ക്, പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അത്ര സുതാര്യമായിട്ടാണ് ഡയറക്ട് സെല്ലിംഗിന്റെ സിസ്റ്റത്തെ ഗവേൺ ചെയ്തിട്ടുള്ളത്, മെക്കാനിസം ഓൾറെഡി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ബട്ട് അതൊരു പൂർണ്ണ അർത്ഥത്തിൽ എത്തണമെങ്കിൽ ആ ലിസ്റ്റ് വരണം. ലിസ്റ്റ് വന്നില്ലെങ്കിലുള്ള കുഴപ്പമെന്നറിയാം. കാണുന്നതെല്ലാം MLM ആണ്, കാണുന്നതെല്ലാം മണിച്ചേരുമാണ്. അതൊരു പ്രോബ്ലം തന്നെയാണ്. ഒന്നില്ലെങ്കിൽ ഗവൺമെന്റ് തീരുമാനിക്കണം ഈ സംവിധാനം ഇവിടെ വേണ്ട. ശരിയല്ലേ? ഞാൻ പറയുന്നു ഒന്നില്ലെങ്കിൽ ഗവൺമെന്റ് തീരുമാനിക്കട്ടെ ഇങ്ങനൊരു സംവിധാനം അടക്കം ഇന്ത്യയിൽ ഒരു സാധനം ഒരു മണ്ണാങ്കട്ടം വേണ്ട. നമ്മൾ തന്നെ കോടിക്കണക്കിന് 6 വർഷമായിട്ട് GST അടച്ചിട്ടുണ്ട്, TDS അടച്ചിട്ടുണ്ട്. എന്തിനാ 6 വർഷം അടപ്പിക്കാം? 6 വർഷം വരെ നീണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. ഒരു കമ്പനി പ്രവർത്തിച്ച് വരുമ്പോ ഇവിടെ അതിന് അധികാരപ്പെട്ടവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പൊ ഒന്നില്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ട് അത് കറക്റ്റ് ചെയ്ത് മറ്റു രാജ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ മലേഷ്യയിലുണ്ട്, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലുണ്ട്. അപ്പൊ അതിനനുസരിച്ച് കൃത്യമായിട്ട് കൊണ്ടുപോകാവുന്ന കാര്യമാണ്. പിന്നെ ഞാൻ പേഴ്സണലി എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ കുറച്ചു പേർക്കൊക്കെ എന്നെ പേഴ്സണലി അറിയാം, അല്ലാതെ ഒക്കെ നിങ്ങൾക്ക് അറിയാം. 2011 ഞാൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. 2008 ഞാനൊരു കമ്പനി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു, ബിസിനസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയും. അതിന്റെ ആശയം ഇതായിരുന്നു, പൊതുജന പങ്കാളിത്തത്തോടുകൂടി. അന്ന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ അങ്ങനെ വേണം, ഇങ്ങനെ വേണം, ഈ രീതിയിൽ വേണം എന്നൊന്നും ഇവിടെ മാർഗനിർദ്ദേശമില്ല, നിയമമില്ല. നേരത്തെ സംസാരിച്ചത് നമ്മുടെ സുന്ദരജി അല്ലെ, സുന്ദരേട്ടൻ പറഞ്ഞ പോലെ 2008 2009 നിങ്ങൾ പറഞ്ഞ ഒരു സുവർണ കാലഘട്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോ നിയമമില്ലെങ്കിലും ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് ശക്തമായിട്ട് ഡെവലപ്പ് ചെയ്തു വരുന്നു. അപ്പൊ അന്ന് നമ്മള് പൊതുജന പങ്കാളിത്തത്തോടുകൂടി സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങുക എന്നൊരു ആശയം പറഞ്ഞിട്ട് നമ്മൾ കളക്ട് ചെയ്തു. 2011 ആംബേക്കടക്കം ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന സംവിധാനം വേണ്ട എന്നൊരു സിസ്റ്റത്തിലേക്ക് വന്ന സമയത്ത് നമ്മളെ ബിസേറിനെയും ഒക്കെ അതിൽ കേസിൽ പ്രതിയായി, ഞാനും ഒക്കെ കേസിൽ പ്രതിയായതാണ്. ആ സമയത്ത് പത്രമാധ്യമങ്ങൾ ഒരു സ്നേഹം കാണിച്ചു. കാരണം ഞങ്ങളൊന്ന് സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നതിനായിട്ട് സലീമിന്റെ ഷെയർ ഹോൾഡർ അല്ലെ 54 പ്രോപ്പർട്ടികൾ വാങ്ങിയിട്ടുണ്ട്. 54 പ്രോപ്പർട്ടികളിൽ 9 വാങ്ങിയിട്ടുള്ളത് ഈ തൃശ്ശൂർ ജില്ലയിലാണ്. 11 പ്രോപ്പർട്ടി തൃശ്ശൂർ ജില്ലയിൽ, 9 മലപ്പുറം ജില്ലയിൽ, അങ്ങനെ പല ജില്ലകളിലും, എല്ലാ ജില്ലകളിലും, തമിഴ്നാട്ടില്, കർണാടകയിൽ ഒക്കെ ഞങ്ങൾ പ്രോപ്പർട്ടികൾ വാങ്ങി. കൂടാതെ 15 കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ആശയം ഇതായിരുന്നു, 400 പേര് വരുമ്പോൾ സ്ഥലം വാങ്ങും, 800 എത്തുമ്പോൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യും, 1200 പേര് വരുമ്പോൾ സൂപ്പർ മാർക്കറ്റ് തുടങ്ങും. അങ്ങനെ 54 പ്രോപ്പർട്ടികൾ വാങ്ങി, 15 സൂപ്പർ മാർക്കറ്റുകൾ ഓപ്പൺ ചെയ്തു. ഇവിടെ തൃശ്ശൂര് അന്നത്തെ തേറപ്പള്ളി രാമകൃഷ്ണൻ സാറൊക്കെയാണ് അത് ഇനാഗുറേറ്റ് ഒക്കെ ചെയ്തത്. പക്ഷേ ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മെയിൻ ആയിട്ടുള്ള ആ പത്രക്കട്ടിങ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഇൻക്ലൂഡിങ് മലയാള മനോരമ, മാതൃഭൂമി. ഞാൻ ആ പത്രക്കട്ടിങ് നമ്മുടെ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. ബിസാഗ് ആ സൈറ്റ് ഇപ്പോഴും ലൈവാണ് കേട്ടോ, നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. BISAGroup.in എന്ന് പറയുന്ന സൈറ്റ് ഇപ്പോഴും ലൈവാണ്. ആ സൈറ്റിൽ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പത്രമാധ്യമങ്ങൾ എഴുതി ബിസേർ വാങ്ങിയ ഭൂമികൾ മുഴുവൻ ബിനാമി പേരിലാണ്. ഈ ഷെയർ എടുത്തവര് ഇത് മുഴുവൻ കണ്ടിട്ടല്ലല്ലോ, ഇത് കേട്ട വഴി കാള വെറ്റുമെന്ന് കേൾക്കുമ്പോ പോയി 162 പേര് പല സ്ഥലങ്ങളിലായിട്ട്, എന്നും 62,000 ഷെയർ ഹോൾഡേഴ്സിൽ 162 പേര് പരാതിപ്പെട്ടു. പക്ഷെ പരാതി വന്നു കഴിഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ച് അന്വേഷിച്ചേ പറ്റുള്ളൂ. അതിന്റെ ആ സമയത്ത് റിമാൻഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതങ്ങനെ നീണ്ടുപോയി. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഏകദേശം 100-ലധികം കേസുകൾ, 162 കേസുകളിൽ 100-ലധികം കേസുകൾ ഈ സമയം കൊണ്ട് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞു. ആൾക്കാർ നമ്മൾ കണ്ടു, അവരെ സംസാരിച്ചു, അവരെ റിയലൈസ് ചെയ്തു. നമ്മൾ പേപ്പർ കട്ടിങ് എടുത്ത് ഫ്രണ്ടിലേക്ക് വെച്ചു. ഇതുകൊണ്ടല്ലേ നിങ്ങൾ പരാതിപ്പെട്ടത്? യെസ്.
ഈ പറഞ്ഞ സ്ഥലം നോക്കൂ. നമ്മുടെ എല്ലാ പ്രോപ്പർട്ടികളും ഇന്നടുത്ത് എറണാകുളം ദേശാഭിമാനി റോഡിൽ കലൂരിൽ സ്ഥാപിതമായി പ്രവർത്തിച്ചു വരുന്ന ബിസെയർ ബിസിനസ് കോർപ്പറേഷൻ ലിമിറ്റഡിന് വേണ്ടി ഇപ്പോഴത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഇപ്പോഴത്തെ ഡയറക്ടർ ബോർഡ് അംഗം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് ഒരാൾ ഒപ്പിട്ടു എന്ന് പറഞ്ഞ അയാളുടെ പേരിലാണോ? അല്ല. ഇവിടെ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ ചിലപ്പോൾ ചീഫ് സെക്രട്ടറി ആണെങ്കിലും ആയിരിക്കും ഒപ്പിടുന്നത്. അത് മാറുമ്പോ റെസൊല്യൂഷൻ പ്രകാരമാണ് മാറും. അപ്പൊ അത്ര സുതാര്യമാണ്. മറ്റൊരാളുടെ ഒരു പൈസ ഒരു തുള്ളി വിഷമായിട്ട് മാത്രമേ അന്നും കണ്ടിട്ടുള്ളൂ, ഇപ്പോഴും കാണുന്നുള്ളൂ, ഇനിയും കാണുന്നു. ഡിസൈറിനെ സംബന്ധിച്ച് ഏകദേശം ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഇപ്പൊ നോക്കിയാലും വെറുതെ നോക്കിയാലും ചുമ്മാ നോക്കിയാലും ഈ പ്രോപ്പർട്ടികൾ ഡിസൈർ ഷെയർ ഹോൾഡേഴ്സിന് നഷ്ടമൊന്നുമില്ല. ഓരോ ദിവസം കഴിയും തോറും അതിന്റെ അസറ്റ് വാല്യൂ കൂടിക്കൊണ്ടിരിക്കുക. കാരണം 54 പ്രോപ്പർട്ടികളും ബാങ്കിൽ 40 കോടി രൂപ കിടപ്പുണ്ട് കമ്പനിയുടെ പേരിൽ തന്നെ. ഞങ്ങൾക്കൊക്കെ ഈ ഇത് കേസും കാര്യങ്ങളൊക്കെ വന്ന് 3 ദിവസം കഴിഞ്ഞിട്ടാണ് അറസ്റ്റ് വഹിക്കുന്നത്. 3 ദിവസത്തെ ടൈം ഉണ്ടായിരുന്നു. 3 ദിവസം വേണമെങ്കിൽ ഈ 40 കോടിയിൽ നിന്ന് 36 കോടിയോ 39 കോടിയോ 40 കോടിയോ വലിക്കാം. പക്ഷെ ചെയ്യൂല. കാരണം നമ്മള് ഒരു ആശയത്തിന് പുറകുന്ന ഇങ്ങനെയാണ്. ഡിസൈർ എന്ന് പറയുന്ന ആശയം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് വേൾഡിലെ വാൾമാർട്ടിനെ കണ്ടിട്ടാണ്. വാൾമാർട്ട് തുടങ്ങിയത് വെറും 40 പേരെ വെച്ചിട്ടാണ് യുഎസിൽ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഒരുപാട് രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുള്ളതാണ്. ചൈനയിൽ ചെല്ലുമ്പോഴും പല രാജ്യങ്ങളിൽ ചെല്ലുമ്പോഴും വാൾമാർട്ട് ഒക്കെ നമ്മൾ ചെല്ലുമ്പോ വാൾമാർട്ടിന്റെയൊക്കെ വലിയ ബോർഡ് ഇതൊന്നും പുറത്ത് കാണില്ല. വെറൊരു ബോർഡ് മാത്രമാണ് കാണുന്നത്. ഈ ബോർഡ് കാണുന്ന സമയത്ത് നമ്മൾ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കൊട്ടാരം പോലെയാണ്. അപ്പൊ വാൾമാർട്ട് തുടങ്ങിയത് വെറും 40 പേരെ ഷെയർ എടുത്തിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. ഇന്ന് ലോകത്തിലെ നമ്പർ 1 സൂപ്പർ മാർക്കറ്റ് ശൃംഖലയുള്ള ഒരു കമ്പനിയാണ് വാൾമാർട്ട്. ഒരുപാട് രാജ്യങ്ങളിലുണ്ട്. അപ്പൊ ആ ഒരു ആശയം കണ്ടിട്ടൊക്കെയാണ് നമ്മൾ ചെയ്തത്. പക്ഷെ നമ്മളുടെ ആ സമയത്ത് 1000 കോടിയും 10,000 കോടിയും ഇൻവെസ്റ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് ഡയറക്ട് സെല്ലിംഗ് സിസ്റ്റം വഴിയായിരുന്നു ചെയ്യുന്നത്. പക്ഷെ ഡയറക്ട് സെല്ലിംഗ് സിസ്റ്റത്തെ 2011 കാലഘട്ടങ്ങളിൽ മൊത്തം ഇൻക്ലൂഡിംഗ് മാത്രമല്ല ആംബിയറൊക്കെ എല്ലാത്തിനും മണി ചെയിൻ എന്ന് പറയുന്ന ഗണത്തിൽ ഉൾപ്പെടുത്തി പത്രമാധ്യമങ്ങൾ ഇങ്ങനെ കൂടി എഴുതിയപ്പോൾ കേസും വന്നു. ആ കേസുകളിൽ ഇനിയിപ്പോ കുറച്ച് കേസ് 2014 എന്റെ എല്ലാ ഓർഡറും ഉണ്ട്. 2014 ബഹുമാനപ്പെട്ട ഹൈക്കോടതി നമുക്ക് അനുകൂലമായ ഓർഡർ ഇറങ്ങി. കെൽസ വഴി സെറ്റിൽ ചെയ്യാൻ എന്റെ ഓർഡർ ഇരിപ്പുണ്ട്. 2014 രാമേന്ദ്രൻ സാർ ജസ്റ്റിസ് ഓർഡർ ഇറങ്ങി. പക്ഷെ ഒരു 30 ഡേയ്സിനകം അടുത്ത ഡിപ്പാർട്ട്മെന്റ് കയറും, എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കയറി കഴിഞ്ഞപ്പോ പിന്നെ അത് വീണ്ടും പെൻഡിങ്ങിലായി. പിന്നെ അഡ്വക്കേറ്റിംഗ് അതോറിറ്റിയായി, ട്രിബ്യൂണലിലായി. അഡ്വക്കേറ്റിംഗ് അതോറിറ്റിയിലൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്, വക്കീലൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയാൽ സംസാരിക്കുന്നത്. ദെൻ ട്രിബ്യൂണലായി. ഇതെല്ലാം കഴിഞ്ഞ് ഷാജി പി ചാലിസാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഓർഡർ ഇറക്കി. ആ ഓർഡർ ഇപ്പോഴുണ്ട്. എന്താണെന്നറിയോ? അതുവരെ കേസുകൾ ഇങ്ങനെ ഇടയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്. അന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഓർഡറാണ്, ക്ലൈമറ്റ് ക്യാൻ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ക്ലൈമറ്റ് ക്യാൻ അപ്രോച്ച് ദ സ്പെഷ്യൽ കോർട്ട് എന്ന് പറഞ്ഞു. സ്പെഷ്യൽ കോർട്ടായിട്ട് കോഴിക്കോട് കോടതിയെ ഡെസിഗ്നേറ്റ് ചെയ്തു. ഇനി കോഴിക്കോട് കോടതിയിൽ നാമമാത്രമായി വെല്ലുവിളാവുന്ന കുറച്ച് കേസുകൾ കൂടിയുണ്ട്. അത് ദൈവാനുഗ്രഹിച്ച് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പറയുന്നു. നമ്മൾ ചെയ്തത് സത്യസന്ധവും നല്ല ഉദ്ദേശവുമാണെങ്കിൽ അത് തിരിച്ചു വരും. നമ്മള് ആൾക്കാരെ പറ്റിക്കാൻ ചെയ്തതാണെങ്കിൽ, കാരണം പറ്റിക്കാൻ ചെയ്തതാണെങ്കിൽ ഞാൻ വിസ തുടങ്ങുന്നതിന് മുമ്പുള്ള ലൈഫ് സ്റ്റൈലും എന്താ പേഴ്സണലി അറിയാവുന്നവർക്കറിയാം. വിസ തുടങ്ങുന്നതിന് മുമ്പുള്ള ലൈഫ് സ്റ്റൈലും പിന്നീട് അങ്ങോട്ടുള്ള ലൈഫ് സ്റ്റൈലും എന്ന് പറയുന്നത്, കാരണം നമ്മള് അങ്ങനെ കാശ് അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിലോ കാശ് അങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിലോ നമ്മൾ അല്ലെ എവിടെയെങ്കിലൊക്കെ കാണുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെയാണ്. കാരണം മറ്റ് അന്യന്റെ ഒരു പൈസ ഒരു തുള്ളി വിഷമായിട്ട് കണ്ടതുകൊണ്ട് മാത്രമാണ് ഇന്ന് ആ കമ്പനിക്ക് അതിന് കൂടുതൽ അസറ്റ് ഉള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയാൻ കാരണം എന്താ പറയുക, ഞാനിത് പറയേണ്ടതല്ല. പക്ഷെ നമുക്കെതിരെ ഇന്നിപ്പോ വിജയ് സാറും ഒക്കെ ഇവിടെ ഇരിക്കുന്നത് മെയിൻ ആയിട്ട് ഒരു കംപ്ലൈന്റ് വരുന്നത് കൊണ്ടാണ്. ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടല്ലോ, ആ കംപ്ലൈന്റ് ചെയ്യുന്നത് ഒരിക്കലും നമ്മള് പ്രൊഡക്റ്റ് വാങ്ങിയതോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരോ അല്ലല്ലോ. നമുക്കൊക്കെ അറിയാം കംപ്ലൈന്റിന്റെ കോപ്പിയൊക്കെ നമുക്ക് വന്നു. വെറുതെ ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കലാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കംപ്ലൈന്റ് പോയിരിക്കുന്നത്. പക്ഷെ അത് അന്വേഷിക്കേണ്ട ബാധ്യത ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ റോട്ടിൽ വെറുതെ നിൽക്കുകയാണ്. റോട്ടിൽ വെറുതെ നിൽക്കുന്ന സമയത്ത് ഒരു പോലീസുകാരൻ വന്നിട്ട് നമ്മളോട് ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞാൽ
നമ്മൾ ആലോചിക്കണം എന്തിനാ ഇപ്പൊ കൊടുക്കുന്നത്. അതല്ല, നിയമം എന്ന് പറയുന്നത് അവർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്, ചോദിച്ചാൽ കൊടുത്തേ പറ്റും. അവിടെ നമ്മള് ബലം പിടിച്ചിട്ടൊന്നും കാര്യമില്ല. അത് നിയമത്തിന് അതിൻ്റെതായ കൃത്യം സ്പെസിഫിക്കേഷൻ ഉണ്ട്. അതിനനുസരിച്ചിട്ട് മാത്രമേ ഇവിടെ, അല്ലെങ്കിൽ പിന്നെ നിയമത്തിന്റെ ആവശ്യമില്ലല്ലോ. ഫിൻലൻഡ് ഒക്കെ പോലെ വേറെ പോലീസും ഇല്ല, ഗവൺമെന്റും ഇല്ല, ആ രീതിയിലേക്കൊക്കെ പോയാൽ മതിയല്ലോ. അപ്പൊ എന്നതുപോലെ തന്നെ അപ്പൊ ഞാൻ ഇത് നമ്മുടെ ടോപ്പിക് അല്ലായിരുന്നു. ഇത് പറഞ്ഞതിന്റെ കാരണം ഇതിനെയൊക്കെ ചേർത്തിട്ടാണ്. നിങ്ങൾ കണ്ടു കാണുമല്ലോ, പഴയ ഡിസൈറിന്റെ തട്ടിപ്പ് ആണ്. അപ്പൊ വരുന്നത് എന്താ, പഴയ ഡിസൈറിന്റെ തട്ടിപ്പാണ്. പിന്നെ ഹൈറിച്ച് തട്ടിപ്പിലെ ആൾക്കാരുമായിട്ട് കൂടി ഇതല്ലേ, ഇതില് അല്ലേ, ആണോ? ആ, ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഈ ഹോളിനകത്ത് ഹൈറിച്ചിന്റെ ഓണേഴ്സ് ആരെങ്കിലും ഇരിപ്പുണ്ടോ? നിങ്ങൾ അതിൽ ആരെങ്കിലൊക്കെ കുറച്ച് പേര് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു, ആ കമ്പനിയുടെ നടത്തിപ്പിന്റെ പ്രോബ്ലം എന്തെങ്കിലും കാരണത്താൽ ഇൻ കേസ് അതിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ കമ്പനി വർക്ക് ചെയ്യാൻ പാടുന്ന എന്തെങ്കിലും നിബന്ധന ഉണ്ടോ? ഇല്ല. അതിന് വേണ്ടയാടേണ്ട കാര്യമില്ല. ഇനി അവിടെ നിയമം കൈവരിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ പട്ടാമ്പി പ്രോഗ്രാമില് അതിലൊക്കെ കുറെ പേരെ കയറ്റി വിട്ടു. അതൊക്കെ എന്ന് പറയുന്നത് ശരിക്കും അതാണ് നിയമം കൈവരിക്കൽ. പരാതി ഉണ്ടെങ്കിൽ സ്റ്റേഷനിൽ കൃത്യമായിട്ട് കംപ്ലൈന്റ് കൊടുത്ത് നോക്കാം, അല്ലെ? അല്ലാതെ അത് ചെയ്യേണ്ട കാര്യമില്ല. എനിവേ കം ടു ദ പോയിന്റ്. അപ്പൊ ഇതാണ് കാരണം എന്നെ കുറിച്ചുമൊക്കെ ഇപ്പോ പിന്നെ വിജയ് സാറേ, ഞാൻ വേറൊന്നും പറഞ്ഞല്ല. ഈ കേസ് സാറ് പേഴ്സണലി ചോദിച്ചാൽ പറയും, സാറിന്റെ സെയിം റാങ്കിലെ ഒരു റാങ്ക് വ്യത്യാസം ഉണ്ടാവും. ഈ കേസ് ആദ്യം അന്വേഷിച്ച ഷാഫി സാറാണ്. ഷാഫി സാർ ഡിസൈറിന്റെ കേസ്. അപ്പൊ ഷാഫി സാർ ഓഫീസിൽ വരുന്നൊക്കെ ഓർമ്മയുണ്ട്. പക്ഷെ സാറ് പേഴ്സണലി സാർ SP ആയി കാണും, എനിക്കറിയില്ല. ചോദിച്ചോ, സാറിന് ചോദിച്ചാൽ മതി. ഒരു പെൻസിൽ വാങ്ങിയിട്ട് അതിന് വരെ കണക്കുണ്ടത്. അതേപോലെ ഉല്ലാസ് സാർ, റസ്റ്റം സാർ, ഇവിടെ ഒരു ആരിഫ് സാർ, ഇവരൊക്കെ ഇത് അന്വേഷിച്ചാൽ നമ്മുടെ കേൾക്കാൻ ചിലപ്പോൾ സമ്മതിക്കില്ല. പക്ഷെ അവർക്കറിയാം നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്തിട്ടുള്ളൂ. അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്തത് കൊണ്ടാണ് സധൈര്യം നമ്മള്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ആ സമയത്ത് കേസ് വന്നിട്ടുള്ള എത്ര കമ്പനികൾ അത് ഫേസ് ചെയ്തിട്ടുണ്ട്? നമ്മളിപ്പോഴും അത് ഫേസ് ചെയ്ത് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ, ഞാൻ ഇപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ട്, കാറിൽ യാത്ര ചെയ്യുന്നുണ്ട്, ബസ്സിലും ഒക്കെ പോകും, ഒക്കെ നടക്കുന്നുണ്ട്. എന്നാരും പിടിച്ചു വെക്കാറില്ല. നമ്മളൊരു തട്ടിപ്പ് നടത്തിയ വ്യക്തിയാണെങ്കിൽ നമ്മളെ പിടിച്ചു വെക്കും. അമറായി നമുക്കുള്ളിൽ ബോധ്യമുണ്ടല്ലോ, നമുക്കുള്ളിൽ ബോധ്യമുണ്ട്. എനിവേ നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. അപ്പൊ ഇങ്ങനെ കൂട്ടുകെട്ട് കേട്ട് കുറെ കേട്ടത് കൊണ്ടാണ് ഞാൻ അത് സംസാരിച്ചത്. പിന്നെ ഒരു ക്ലാരിറ്റി വരേണ്ടത് നല്ലത് തന്നെയാണ്. ദൈവം അനുഗ്രഹിച്ച് എത്രയും പെട്ടെന്ന് ലിസ്റ്റ് വരട്ടെ. നമ്മൾ വെറുതെ അല്ല, സെൻട്രൽ ഗവൺമെന്റ് അതായത് ഡയറക്ട് സെല്ലിങ്ങിൽ ഇന്ത്യയിൽ ഈ ബിറ്റ്കോയിൻ അതും ഇതൊക്കെ എന്ന് പറഞ്ഞ് 4000-5000 കമ്പനിയുണ്ട്, അല്ലെ? 4000-5000 കമ്പനിയുണ്ട്. അതിനാണ്ട് 400-410 കമ്പനികൾക്ക് മാത്രമേ സെൻട്രൽ ഗവൺമെന്റ് ഡയറക്ട് സെല്ലിംഗ് ചെയ്യണമെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് കൺസ്യൂമർ അഫയേഴ്സിൽ ലിസ്റ്റ് ചെയ്യണം. സെൻട്രൽ ഗവൺമെന്റ് കൺസ്യൂമർ അഫയേഴ്സിൽ വെറും 400-ലധികം കമ്പനികൾ മാത്രമേ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതിലൊരു കമ്പനിയാണ് ഓക്സിജൻ എന്നാണ് കൺസ്യൂമർ അഫയേഴ്സിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് ഈ നിമിഷം വരെ ഒരു പൈസ GST പെൻഡിംഗ് ഇല്ല, ഒരു പൈസ TDS പെൻഡിംഗ് ഇല്ല. പിന്നെ ഒരു കമ്പനി വളർന്നു വരുമ്പോ ഇപ്പോ 6 വർഷം കഴിഞ്ഞു, അതിൽ കുറെ ബാലാരിഷ്ടതകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതെല്ലാം കവർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു കൊച്ചുകുട്ടി എണീറ്റ് ഉടനെ ഓടില്ലല്ലോ, ചിലപ്പോ വീഴും, അല്ലെങ്കിൽ ഇതുണ്ടാവും. അപ്പൊ അതെല്ലാം കവർ ചെയ്തിട്ടാണ് കയറി വന്നിരിക്കുന്നത്. ഇതിനിടക്ക് അശോകേട്ടൻ അറിയാലോ, നിപ്പ വന്നു, കോവിഡ് വന്നു സമയത്തൊക്കെ നമുക്ക് ഒരുപാട് ക്ഷീണം പറ്റി. കാരണം നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാം കൊറിയർ പോകണമല്ലോ. ആൾക്കാർ പൈസ അടച്ചിട്ട് കൊറിയർ പോകാത്ത അവസ്ഥ വന്നു. ആ സമയത്തൊക്കെ ഫുള്ളി ബിസിനസ് പോയി. പ്രൊഡക്റ്റ് കിട്ടിയില്ലെങ്കിൽ ആൾക്കാർ പിന്നെ ആ ഒരു നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, കോവിഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഇതിലേക്ക് പോയി അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നമൊക്കെ ഉണ്ടായി. പക്ഷെ അതെല്ലാം തരണം ചെയ്ത് ഇന്ന് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലേക്കും ദൈവാനുഗ്രഹിച്ച് ബിസിനസ് ഡെവലപ്പ് ചെയ്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് ആകെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ DXL ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഫോറിൻ ഒരുപാട് കമ്പനികളുണ്ടല്ലോ, ജുനസ് ഗ്ലോബൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കും ഞാൻ ഉറപ്പ് തരുന്നു 2030 ഡിസംബർ 31 സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഓക്സിനോ ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് 25 രാജ്യങ്ങളുണ്ട്. ഒരു ശക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് തന്നെയാണ്. നമ്മളുടെ പ്രോഡക്റ്റ് ഒരാൾ യൂസ് ചെയ്തിട്ട്
അതിന് ഗുണമില്ല എന്ന് അവർക്ക് തോന്നിയാൽ 100% ആണ് ബൈബാക്ക്, അല്ലെ? ഞാൻ പറയുന്നു 100 അല്ല, 201% കൊടുക്കാം. അത്രമാത്രം അതിൽ നമ്മുടെ റിസൾട്ടാണ്. എനിവേ നമ്മുടെ കമ്പ്യൂട്ടർ പോയിന്റ് ഇന്ന് യൂണിയൻ മെമ്പർഷിപ്പ്